പ്രൈസ് ലോ ദൈവത്തിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ സമയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിച്ചുകൊള്ളുന്നു. അല്പ ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം 56 അധ്യായം അതിൻ്റെ 1 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ചു നീതി പ്രവർത്തിപ്പിൻ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനം എന്ന മഹൽ ശുശ്രൂഷ ഏറ്റുവാങ്ങി. സ്നാനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽ സ്നാനപ്പെട്ട ദൈവജനത്തിന് കർത്താവ് അന്ത്യകാൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നതാകുന്ന ഒരു സ്നാനം, ആ സ്നാനം ആ അന്ത്യകൽപ്പനയിൽ ഏതു വ്യവസ്ഥകളിലാണോ ദൈവം പറഞ്ഞത്, അതേ ആ വ്യവസ്ഥകളുടെ മർമ്മം പരിശുദ്ധാത്മാവ് മർക്കോസിൻ്റെ മാളിക മുകളിൽ വെച്ച് തൻ്റെ ദാസന്മാർക്ക് പകർന്നു കൊടുത്ത് അവർ മുഖാന്തരം കണ്ടുവന്ന അല്ലെങ്കിൽ ചെയ്തു വന്നു മാതൃകയായ ഒരു സ്നാനം ഏറ്റുവാങ്ങി വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെട്ട് സംസാരിക്കുന്നു. നിന്റെ രക്ഷ വരുവാനും നിന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ചു നീതി പ്രവർത്തിപ്പിൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു ന്യായമുണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു നീതി ഉണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ വേദനിപ്പിക്കുന്ന, ഒരു ദൈവ പൈതലിനെ അപായപ്പെടുത്തുന്ന, ഒരു ദൈവ പൈതലിനെ കരയിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് അശുദ്ധമാകുവാനല്ല നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവ മക്കൾ ഇന്നെന്നെ കേൾക്കുന്നുവോ, അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിന്റെ ചില പ്രവൃത്തികൾക്ക് ആമേൻ സ്തോത്രം ശുദ്ധത വരുത്തണമെന്ന്. ഹല്ലേലൂയ. നമ്മളിൽ പലരും സ്തോത്രം നമ്മളോടൊപ്പം തന്നെ പ്രൗഢിയുള്ള പദവിയുള്ള പലരെയും നമ്മൾ കരുതി കൊണ്ടുപോകുമ്പോൾ, നമ്മളോടൊപ്പം നിർത്തുവാൻ പോലും യോഗ്യതയില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, പ്രൗഢിയില്ലാത്ത പലരെയും നമ്മൾ മാറ്റി നിർത്തുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നീ അത്തരത്തിൽ പോലും അശുദ്ധമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സകലരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്നേഹിച്ചുകൊണ്ട് നിനക്ക് കൈവരിക്കേണ്ടതാകുന്ന രക്ഷയും നീതിയും കൈവരിച്ചുകൊണ്ട് നിത്യത പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടെ ആയിരിക്കാൻ ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തി എന്തു തന്നെയാകട്ടെ, അത് ദൈവത്തിൻ്റെ നാമത്തിലാകുമ്പോൾ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും അശുദ്ധമായി പോകുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ദൈവം അശുദ്ധമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമല്ല. ഈ ജീവിത കാലഘട്ടത്തിൽ നീ അനുഭവിച്ചതും സഹിച്ചതും നീ കടന്നു വന്നതുമാകുന്ന പല വഴികളെയും നീ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്കൊരു പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കാൻ, അയ്യോ, ഞാൻ തന്നെയാണോ ഈ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ചു വന്നത്? ഞാൻ ഈ വന്ന മേഖലകളിൽ പല മേഖലകളിലും ഞാൻ വീണു പോകേണ്ടതായിരുന്നു, ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു, ഞാൻ കിടപ്പായി പോകേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്കൊരു നീതിയുടെ ദൈവമുണ്ട്, എനിക്കൊരു രക്ഷയാകുന്ന ദൈവമുണ്ട്.
സ്തോത്രം. അവൻ എൻ്റെ ജീവിതത്തോട് അടുത്തു വരികയാൽ ഇനി എനിക്ക് വീണ്ടും നീതിയെ തന്നെ പ്രവർത്തിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും അശുദ്ധമാകുന്ന ഒരനുഭവം തൊട്ടു തീണ്ടുവാൻ പോലും ഇടവരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു പൗലോസ് ആത്മാഭിമാനത്തോടെ ഇനി എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒരു ഭാരവുമില്ല, എനിക്കിനി നീതിയുടെ കിരീടം എൻ്റെ ശിരസിന്മേൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു, അത് ഞാൻ അണിയാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാനെന്ന ഒരു ചിന്ത എത്ര ദൈവമക്കൾക്കുണ്ടോ അവരിന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലാണ്. സ്തോത്രം. നമ്മളെ കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിന്നെ ദാനശീലമാക്കി ദൈവം മാറ്റും. നിന്റെ കരങ്ങൾ ശൂന്യമാകാതെ കർത്താവ് സൂക്ഷിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമ്മൾ രുചിച്ചിട്ടില്ലാത്തതുമായതും പലതും നമ്മൾ അനുഭവിച്ചറിയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. ഇന്നലകളിൽ നീ ധരിച്ചിട്ടില്ലാത്ത ഒരു വസ്ത്രം ഇന്ന് നിനക്ക് ധരിപ്പാൻ ദൈവം ഒരു അവസരം നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. ഇന്നലകളിൽ എഴുന്നേറ്റൊന്ന് നിൽക്കാൻ പോലും കഴിയാതിരുന്ന നിന്നെ ഇന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു നിർത്തിയെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. ഇന്നലകളിൽ കഴിച്ചിട്ടില്ലാത്ത രുചിയുള്ളൊരു ഭക്ഷണം കഴിപ്പാൻ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. അത് നിന്റെ ജീവിതത്തിലെ ഭാഗ്യമല്ലേ. ഈ ഭാഗ്യം ലഭിക്കാതെ എത്രയോ പേര് ഈ ലോകത്തിൽ തകർന്നു വീണുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ സ്വർഗത്തിൽ ദൈവം നിർത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ രക്ഷിക്കപ്പെട്ടവളാണോ? നീ സ്നാനപ്പെട്ടവളാണോ? നീ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചവളാണോ? നീ വചനത്തിൻ്റെ നിറവിൽ, വചനത്തിൻ്റെ ഉപദേശത്തിൽ, വചനത്തെ ഭക്ഷണമാക്കി, വചനത്തെ പ്രമാണമാക്കി ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിനക്ക് നീതി അടുത്തു വന്നിരിക്കുന്നു, നിനക്ക് രക്ഷ അടുത്തു വന്നിരിക്കുന്നു. ഇനി നിനക്ക് അശുദ്ധിയെ തൊടുവാൻ പോലും, ചിന്തിക്കാൻ പോലും, നോക്കുവാൻ പോലും അനുവാദമില്ല. ദൈവകൃപയിൽ മാത്രം മുൻപോട്ട് പോകുവാൻ ദൈവം നിന്നെ ഓരോ നിമിഷവും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ബലത്തോടെ, ആരോഗ്യത്തോടെ, അനുഗ്രഹത്തോടെ, നീതിയോടെ, രക്ഷയോടെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം, സാബു അഞ്ചൽ.